തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ കണ്ണോട് ചോളോട് റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റി നാട്ടുകാർ. റോഡിന്റെ തുടക്കത്തിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ജനപ്രതിനിധികളെ ഉദ്ഘാടന യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിച്ചത്. ഉദ്ഘാടന പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് അംഗവുമായ KPM സലീം അനുവദിച്ച 27.78 ലക്ഷം രൂപ ചിലവിലാണ് ടാറിങ്ങും റോഡ് സൈഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ ചെയ്ത് നവീകരിച്ചത്. ഒന്നര കിലോമീറ്റർ ദൂരം ടാറിങ്ങും വെള്ളം കെട്ടിനിന്ന് കാൽനട യാത്രയ്ക്ക് പോലും പ്രയാസപ്പെട്ടിരുന്ന ഭാഗം 50 മീറ്റർ റോഡ് കോൺക്രീറ്റും 80 മീറ്റർ സൈഡ് കോൺക്രീറ്റും 500 മീറ്റർ ഡ്രൈനേജും നിർമ്മിച്ചാണ് റോഡ് പൂർണ്ണമായും നവീകരിച്ചത്. ഇതോടെ കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ കണ്ണോട് ചോളോട് റോഡിനാണ് ശാപമോക്ഷമായത്. റോഡിന്റെ ഉദ്ഘാടനം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, ഈ വാർഡിലും അതോടൊപ്പം തന്നെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ പൊതുവിലും സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസമുണ്ടാകുന്ന ഒട്ടേറെ പദ്ധതികൾ, സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്റെ സഹപ്രവർത്തകരായ ഇവിടെ മൻസൂർ മാഷ്, സുബൈറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. അതുപോലെ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും അനുഭാവികളും അതോടൊപ്പം നാട്ടുകാരുമുണ്ട്. അവരുടെയൊക്കെ പിന്തുണയോടുകൂടി നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. സ്വപ്നമായിരുന്ന 5 വർഷക്കാലം ഫ്രീസറിലായിരുന്ന നമ്മുടെ മേജർ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് നിങ്ങൾ തേങ്ങാക്കണ്ട മലയിൽ ഒന്ന് പോയി നോക്കിയാൽ 66 ലക്ഷം ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാൻ വേണ്ടി കഴിയും. നിങ്ങൾ നാട്ടുകൾ ആശുപത്രിയിൽ പണിയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ അവിടെ നാട്ടുകൾ PHC ചെയ്തിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ലാബും അതുപോലെ തന്നെ അവിടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും മറ്റും അഡീഷണൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഈവനിങ് OP ഉൾപ്പെടെയുള്ളവർ ഉള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തായി കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം. തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കുൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുരുഷന്മാരാവട്ടെ, വൃദ്ധരാവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, കുട്ടികളാവട്ടെ, അതിലേറെ ഉപരി നമ്മുടെ സഹോദരിമാർ വരെ ഇന്ന് ഇങ്ങനെ ഈ ചോളൂടിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഘോഷയാത്രയിൽ പങ്കെടുക്കാനും അത് കണ്ടു നിൽക്കാൻ, വഴിയോരങ്ങളിൽ ഇറങ്ങി നിൽക്കാൻ സഹോദരിമാരെയും ഒക്കെ ഇങ്ങനെ പ്രേരിപ്പിച്ചിട്ട് ഒരു റോഡിന്റെ ഉദ്ഘാടനം നടക്കുന്നുവെങ്കിൽ എത്രമാത്രം ജനങ്ങൾ ഈ റോഡിന്റെ വരവോടുകൂടി, നവീകരണത്തോടുകൂടി ആഘോഷിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ, പ്രസിഡന്റ് കൂടിയായിട്ടുള്ള KPM സലീം മാസ്റ്റർ, അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 27 ലക്ഷം രൂപ ഈ റോഡിന്റെ നവീകരണത്തിന് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ അസൂയപ്പെടുകയാണ്. ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണ് മറ്റ് മെമ്പർമാർക്കിടയിൽ ഈ പൈസ ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവന്നെന്നുള്ളതാണ്. സുബൈറും മൻസൂറൊക്കെ ഉണ്ട് ഇവിടെ, അവരൊക്കെ ഇതിനിപ്പോൾ നാട്ടിൽ പോയിട്ട് മറുപടി പറയേണ്ടി വരും. എന്തായാലും 27 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് ചെലവഴിച്ചു. അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ ഡിവിഷനിൽ നിന്ന് വിജയിച്ചപ്പോൾ ആദ്യമായി തച്ചനാട്ടുകര പഞ്ചായത്തിലേക്ക് കൊടുത്ത ഫണ്ട് അത് ചോളോട്ടിലേക്ക് 20 ലക്ഷം രൂപയാണ് അന്നേ കൊടുത്തത്. അപ്പോൾ 47 ലക്ഷം രൂപയാണ് നിലവിൽ ഇപ്പോൾ ഈ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി നീണ്ടോ. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P മൻസൂർ അലി, CP സുബൈർ, ലീഗ് നേതാക്കളായ PT സെയ്ദ് മുഹമ്മദ്, ബഷീർ പിലാത്തറയ്ക്കൽ, താഹിർ കമാലി, T സെയ്ദ്, T ഹംസ, T അബ്ദുൽ ഖാദർ, റഷീദ് മുറിയൻകണ്ണി എന്നിവർക്കൊപ്പം പ്രദേശത്തെ മുതിർന്ന പൊതുപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചിലവിൽ ചോളോട് നറുക്കോട് റോഡ് നവീകരണം ആദ്യഘട്ടം നടത്തിയതായും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കുൽക്കളത്തിൽ യോഗത്തിൽ അറിയിച്ചു. CCN ചത്തല്ലൂർ.